നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസത്തിൽ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പക്ഷേ നമസ്കാരം, ഞാൻ ഈ വിധിയെക്കുറിച്ച് എപ്പോഴും പറയും. വിധി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കടമ്പയാണ്. അത് നമുക്ക് പഴയ ആൾക്കാർ പറയും, തലയിൽ വരച്ചത് എണ്ണ തേച്ചാൽ തീരില്ല എന്ന്. ദൈവം വരച്ച ഒരു വരയുണ്ട്, ആ വര നമ്മൾ എണ്ണ തേച്ചാൽ മാറില്ല എന്ന് പറയും. ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം, എൻ്റെ തന്നെ ജീവിതത്തിൽ വിധിയെ ഏറ്റവും കൂടുതൽ എൻ്റെ വിധിയെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുകയും എൻ്റെ വിധി ഇതായിപ്പോയല്ലോ എന്ന് ചിന്തിക്കുകയും പിന്നെ വിധിയുടെ നല്ല അംശത്തിൽ ഇപ്പോൾ ഞാൻ കല ടീച്ചറുമായിട്ട് ജീവിക്കുമ്പം എൻ്റെ വിധി എന്ത് ഉത്തമമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എഴുതാനാണെങ്കിലും എൻ്റെ ജീവിതത്താണെങ്കിലും ശാന്തിയാണെങ്കിലും സമാധാനമാണെങ്കിലും ജീവിതത്തിൻ്റെ ഏറ്റവും ശാന്തമായൊരു ഘട്ടത്തിലേക്ക് ഒരുപാട് പ്രദുപ്തമായ ഒരു കടൽ തിരമാല പോലെ തിളച്ചു പറഞ്ഞൊരു ജീവിതത്തിൽ നിന്ന് മാറി ഏറ്റവും ശാന്തമായ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് അവന് സ്വർഗരാജ്യം, ഭൂമിയിൽ തന്നെയാണ് സ്വർഗരാജ്യം തന്നെ ഉള്ളത്. സ്വർഗം പ്രത്യേകിച്ച് മേഘങ്ങൾക്കപ്പുറത്തൊരു സ്വർഗരാജ്യമില്ല, നമുക്ക് ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗമുള്ളത്. രോഗദുരിതങ്ങളില്ലാതെ, അല്ലേ, സംഘർഷങ്ങളില്ലാതെ സമാധാനവും ശാന്തിയുമായി ജീവിക്കാൻ പറ്റുന്നവൻ സമ്പന്നൻ എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഞാൻ വിധിയെക്കുറിച്ച് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, രണ്ടുപേർ തമ്മിൽ കോളേജിൽ പഠിക്കുമ്പോൾ പ്രണയബദ്ധരാകുന്നു. അവരുടെ ജീവിതത്തെ സ്വപ്നം കാണുന്നു. അവരുടെ മനോഹരമായ ഗൃഹത്തെയും മനോഹരമായി ഉത്തമമായി ജനിക്കുന്ന കുട്ടികളെയും സ്വപ്നം കാണുന്നു. അവരുടേതായിട്ടൊരു സ്വപ്നരാജ്യം ഉണ്ടാകുന്നു. 7-8 വർഷം പ്രണയിച്ച് രണ്ടുപേർക്കും ഉത്തമമായ ജോലി ഉണ്ടാകുന്നു. ജോലി ഉണ്ടായി കഴിയുമ്പോൾ വീട്ടിൽ പെൺകുട്ടിക്ക് വിവാഹം ആലോചിക്കുന്നു, ആൺകുട്ടിക്ക് വിവാഹം ആലോചിക്കുമ്പോഴാണ് ഇങ്ങനൊരു പ്രണയത്തിൻ്റെ കാര്യം വീട്ടുകാർ അറിയുമ്പോഴാണ് ഞെട്ടിപ്പോകും. കാരണം എൻ്റെ ഏറ്റവും ഉത്തമമായ മകളാണ്, അവൾക്ക് ഇങ്ങനൊരു പ്രണയമുള്ളത് എനിക്കറിയാൻ വയ്യ, എൻ്റെ മകൻ ഇങ്ങനൊരു പ്രണയമുള്ളത് അറിയാൻ വയ്യ. അപ്പോൾ എന്താണ്? അപ്പോൾ രണ്ടുപേരും ജ്യോതിഷത്തിലും ജാതകത്തിലും ഒക്കെ വിശ്വസിക്കുന്ന രണ്ട് കുടുംബക്കാരാണ്. അവർക്കിത് വിശ്വസിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത് പൊരുത്തപ്പെടാത്ത ജാതകം വിവാഹം കഴിപ്പിക്കാൻ അവർക്ക് തയ്യാറില്ല. എന്തായാലും അവർ കുടുംബക്കാർ തമ്മിൽ സംസാരിച്ചു. ജാതകം നോക്കുമ്പോൾ യാതൊരു കാരണവശാലും ഈ ജാതകം ചേർക്കാൻ പാടില്ല. അവർ ശാസ്ത്രീയമായിട്ട് ഡോക്ടേഴ്സിനെ കണ്ടുനോക്കി, ബ്ലഡ് ഗ്രൂപ്പുകൾ പരിശോധിച്ചപ്പോൾ അവർക്ക് കുട്ടികൾക്ക് ചില വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനും പരാജയപ്പെട്ടു പോയി. യാതൊരു കാരണങ്ങൾ കൊണ്ടും ഇവർ തമ്മിൽ ഉത്തമമായ ഒരു ജീവിതം മുമ്പിലോട്ട് നയിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളപ്പോൾ അവർ ദുഃഖത്തോടെ വേണമെങ്കിലും കുറേ കാലമൊക്കെ അവർ കല്യാണം കഴിക്കാതെയൊക്കെ നിന്നിട്ടുണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അവർ രണ്ടും വേർപിരിഞ്ഞു പോകും. ഇവർ തമ്മിൽ ഇനി ഒരിക്കലും കാണില്ല. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് വിവാഹം കഴിച്ചൊക്കെ ജീവിക്കാം. നമ്മൾ കഥകളിലൊക്കെ പറയുന്നത് സാധാരണ ഇതിങ്ങനെ സംഭവിക്കാറില്ല. കാരണം എൻ്റെ അടുത്ത് വരുന്ന പലവരും അവർ മാറാൻ തയ്യാറില്ല. അത് വരുന്നത് വരട്ടെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് പേര് അങ്ങനെ തീരുമാനിക്കും. ഒരുപാട് ജാതകവും ജ്യോത്സ്യവും ഒന്നുമില്ല എന്ന് പറയും. അതിനെ അവരെന്ത് ചെയ്യും? എന്നാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരോ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരോ ഇത് ജാതകം നോക്കാതെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഉത്തമമായിട്ട് ജീവിക്കുന്നവരുടെ ഗ്രഹനിലകൾ പരിശോധിച്ചിട്ടുണ്ട്. ഉത്തമമല്ലാതെ നശിച്ച നാമാവശേഷങ്ങളുടെ ഗ്രഹനിലകൾ പരിശോധിക്കുമ്പോൾ യാതൊരു കാരണവശാലും ഇതൊന്നും അടുത്ത് ചേർക്കാൻ പറ്റാത്തത് മുഴുവൻ മാത്രമേ നശിച്ചിട്ടുള്ളൂ. ഉത്തമമായിട്ടുള്ളത് മാത്രമേ നിലനിന്നിട്ടുള്ളൂ. അല്ലാത്തതെല്ലാം തൻ്റെ മൂന്നാമത്തെ ജന്മാംശമാകുമ്പോൾ വലിയ ദോഷങ്ങളുണ്ടാകും. ആകർഷണത്തിൽ ഉണ്ടാകുന്ന ആകർഷിക്കപ്പെട്ട് കഴിക്കുന്ന വിവാഹം എല്ലാം തന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരുപാട് വിഷയത്തിലേക്ക് കടന്നു ചെല്ലുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതങ്ങനെയാണ് വിധിയുടെ. എന്തായാലും ഇവർ രണ്ടുപേരും പിരിഞ്ഞു, രണ്ടായിട്ട് വിവാഹം കഴിച്ചു. രണ്ടുപേരും ഉത്തമമായ ജീവിതം നയിച്ചു. ജീവിതത്തിലെ പഴയ പ്രണയ ബന്ധങ്ങളെല്ലാം മറക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഈ കല്യാണം കഴിച്ച ഈ പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്ന പുരുഷൻ്റെ ഭാര്യ ക്യാൻസർ ബാധിതയായിട്ട് മരിക്കുന്നു. അപ്പോൾ അവിടെയും ജാതകം നോക്കി, അവിടെ ജാതകം പരാജയപ്പെട്ടില്ലേ സ്വാമി എന്നോട് ചോദിച്ചാൽ അത് വിധിയെന്ന് ഞാൻ പറയും. ഇവിടെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീയുടെ ഭർത്താവ് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു അപകടത്തിൽ മരിച്ചു. അവിടെയും ജാതകവും ജ്യോതിഷത്തിൻ്റെ പ്രസക്തി ചോദിച്ചാൽ അതും ഞാൻ വിധിയെന്നേ പറയൂ. അപ്പോൾ രണ്ടുപേർക്കും വൈധവ്യം ഉണ്ടാകുന്ന ജാതകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കല്യാണം കഴിക്കാനുള്ള വിധി ചിലപ്പോൾ ആ ജ്യോതിഷത്തിൽ ജാതകത്തിലുണ്ടാവും, അല്ലേ? അന്ധത ഒന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. ജ്യോതിഷശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അന്ധത വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനകത്തൊക്കെ എവിടെയോ ഒരു സത്യം ഒളിച്ചിരിപ്പുണ്ട്. രണ്ടുപേർക്കും 2 വിവാഹ യോഗമുണ്ടെങ്കിൽ ഇത് സംഭവിക്കാം, അല്ലേ? അങ്ങനെ സംഭവിക്കാമല്ലോ. വിധി
അല്ലേ? ഒരുമിച്ച് സ്നേഹിച്ചവർക്ക് തമ്മിൽ വിവാഹം കഴിച്ച് ജീവിക്കാൻ പറ്റാതെ വരികയും അവർ മറ്റ് 2 വിവാഹം കഴിച്ചില്ലെങ്കിൽ കുടുംബത്തിലെ അച്ഛനമ്മമാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വിവാഹം കഴിച്ചെങ്കിലും ആ വിവാഹത്തിൽ പൊരുത്തപ്പെടാൻ പറ്റാതെ, അപ്പോൾ നമ്മൾ വിധിയെക്കുറിച്ച് നോക്കുമ്പോൾ സ്നേഹിച്ചവർ തമ്മിൽ പിരിഞ്ഞു, പിന്നെ ഒരാളുടെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി വന്നു, പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു പുരുഷനും വന്നു. അവർക്ക് സ്നേഹിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ജീവിതം നഷ്ടപ്പെട്ടു പോയി. പിന്നെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അച്ഛനമ്മമാരാണ്. അതേസമയം മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ മക്കൾ നോക്കാത്ത അച്ഛനമ്മമാർ എത്രയുണ്ട്? അച്ഛനമ്മമാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാത്ത, അച്ഛനമ്മമാരുടെ സ്വപ്നങ്ങൾക്ക് വില കൊടുക്കാത്ത, അല്ലേ? ഉണ്ട്, ഒരുപാട് പേരുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അച്ഛൻ എന്താണ്, എന്താണെന്ന് അറിയാത്ത, അല്ലേ? അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തിനോ അവരുടെ ആഗ്രഹങ്ങൾക്കോ നിറം കൊടുക്കാത്ത മക്കൾ ഒരുപാടുണ്ട്. അതൊക്കെ അവർ സ്വയം അച്ഛനും അമ്മയൊക്കെ ആകുമ്പോഴത്തേക്കും പറയും ബാക്കിയൊക്കെ ശരിയായിരിക്കും, പക്ഷേ അവരുടെ ആഗ്രഹങ്ങളിലൂടെ അവരിങ്ങനെ പോവുള്ളൂ. അപ്പോൾ എനിക്ക് ദുഃഖം തോന്നി ഞാനിത് പറയുമ്പോൾ. കഷ്ടമാണ്, ഇല്ലേ? നമുക്കത് കേൾക്കുമ്പോൾ കഷ്ടം തോന്നുന്നുണ്ടല്ലോ. വേറൊരാൾ വിധിയെക്കുറിച്ചിട്ടുള്ള വേറൊരു വലിയ സംഭവമുണ്ട്. എന്താ പറഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരാൾ, അതിസുന്ദരനായ ഒരാൾ, നന്നായി നാടകങ്ങൾ എഴുതുന്ന ഒരാൾ, നല്ല കലാകാരൻ, കണ്ടാൽ സൗമ്യമായി സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് നാടകത്തിനോടൊക്കെ വലിയ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരിക്കൽ, ഇത് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനിങ്ങനെ നാടകങ്ങളൊക്കെ എഴുതാൻ പോകുമ്പോഴത്തേക്ക് അദ്ദേഹം നല്ല കഥകളൊക്കെ പറയുകയും അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ ഞാൻ ഇങ്ങനെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കഥാപാത്രമായിരുന്നു. ഒരു ദിവസം ഞാൻ ചെല്ലുമ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു പെൺകുട്ടി കൂടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഇതാരാണ്? അത് എൻ്റെ ഭാര്യയാണ്. ഞാൻ പറഞ്ഞു അയ്യോ അത് എപ്പോഴായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്, ഇദ്ദേഹം എവിടെയോ ഒരു ഹോട്ടൽ മുറിയിൽ താമസിക്കുമ്പോൾ അപ്പുറത്തെ മുറിയിൽ ഒരു ബഹളം കേൾക്കുന്നു. ഇദ്ദേഹം ചെല്ലുമ്പോൾ 2-3 പേര് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതാണ്. എന്ത് പറഞ്ഞാണ് കൂട്ടിക്കൊണ്ടുവന്നത്? അവളൊരാളെ സ്നേഹിച്ചിരുന്നു, അയാൾ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പണമില്ലാത്തതുകൊണ്ട് മറ്റാരെയോ പുറത്തുനിന്ന് കൂട്ടിക്കൊണ്ടുവന്നൊക്കെയുള്ള കഥകളൊക്കെ പിന്നീട് ഒരുപാട് കേട്ടു. എന്തായാലും അവൾ ഉടുതുണി ശരീരം മറയ്ക്കാൻ വസ്ത്രമില്ലാതെ ഇദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ഓടിക്കയറുകയും ഇദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ഇദ്ദേഹം അവളെ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ അത് വിധിയാണല്ലേ? വിധിയാണ്. പക്ഷെ പിന്നെ സംഭവിച്ചത് എന്താണ്? ഈ നല്ലവണ്ണം എഴുതിക്കൊണ്ടിരുന്ന നല്ല കലാകാരനായി സമൂഹത്തിൽ അറിയപ്പെടേണ്ട, അല്ലെങ്കിൽ പ്രശസ്തിയുടെ ഉയരത്തിലേക്ക് കയറിപ്പോകേണ്ട ഒരു വലിയ മനുഷ്യൻ ഈ പെൺകുട്ടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അവളുടെ പൊസസീവ്നെസ് ആയിരിക്കും. അതുകൊണ്ട് അവൾക്ക് ഇയാളെ എഴുതാൻ സമ്മതിക്കില്ല, ഇയാളെ പുറത്തു പോകാൻ സമ്മതിക്കില്ല, ഇയാളെ പെൺകുട്ടികളോട് സംസാരിക്കാൻ സമ്മതിക്കില്ല. എന്തിന്? ഒരു നല്ല സുഹൃത്തിനോട് പോലും സംസാരിക്കാൻ സമ്മതിക്കാത്ത അവസ്ഥയിലേക്ക് പിന്നെ ഒന്നും എഴുതാൻ കഴിയാതെ ഈ മനുഷ്യൻ തകരുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇടയ്ക്ക് കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രൂപമൊക്കെ മാറി. ഇദ്ദേഹത്തിൻ്റെ ഒരു വിഷാദ രോഗിയുടെ സുന്ദരമായ മുഖമൊക്കെ പോയി ഒരു വിഷാദ രോഗിയുടെ മുഖമായി. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ എന്ത് പറ്റി ഇത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല, ഓരോന്ന് അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അവർ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ പോയി എഴുത്തൊക്കെ ഉണ്ടോ? ഇല്ല, ഒന്നും എഴുതുന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പം ഞാനൊരു ചെറിയ കടയിൽ കണക്കൊക്കെ എഴുതാനായിട്ട് പോവുകയാണ്. അല്ലേ? അത് വിധിയാണ്. കാരണം ഒരു ജീവിതത്തിൻ്റെ കലാപരമായിട്ടുള്ള കഴിവുകൾ കൊണ്ട് ഏറ്റവും ഉയരത്തിൽ വരേണ്ട ഒരാൾ ഒരു പെൺകുട്ടിയെ അവർ പ്രണയിച്ചിരുന്ന ഒരു പുരുഷനോടൊപ്പം അവരെ ഒളിച്ചോടി ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവൻ്റെ സുഹൃത്തുക്കളെങ്ങാണ്ട് കൊണ്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ഓടി ഇദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് അർത്ഥനഗ്നയായി കയറി വരുന്ന യുവതിക്ക് ഒരു ജീവിതം കൊടുത്തു. ആ ജീവിതം ഇദ്ദേഹത്തിൻ്റെ ജീവിതം തകർത്തു. അത് വിധിയാണ്. നമ്മൾ വിധിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെ അവരുടെ പൂർവ്വജന്മം എടുക്കുമ്പോൾ ഒരു പക്ഷേ അവളുടെ പൂർവ്വജന്മത്തിൽ ഈ മനുഷ്യൻ ചിലപ്പോൾ അവളുടെ ജീവിതം തകർത്ത ഒരാളായിരിക്കും. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ കഥയിലെ പോലെ, അനുഭവത്തെ പോലെ തന്നെ. അപ്പോൾ ഈ വിധി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സ്വപ്നം കാണും, നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണും. മനുഷ്യരെല്ലാം തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ കാണും, അല്ലേ? ഒരു കുട്ടി ജനിക്കുമ്പോൾ കുട്ടിയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണും. എന്നെ അച്ഛനമ്മമാർ വിളിക്കുമ്പോൾ പറയും, അവൻ നീറ്റിലെ പരീക്ഷ എഴുതിയിട്ട് നിൽക്കുകയാണ്, അവനവിടെ പിന്നെ ഈ കാനഡയിൽ നിന്നുള്ള എന്തോരം ആൾക്കാരാണ് വിളിക്കുന്നത്. ഇനിയും വീണ്ടും വീണ്ടും കാനഡയിലേക്ക് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇവിടുന്ന് കുട്ടികളെ പറഞ്ഞു വിടരുത്. അവിടുന്ന് കാനഡയിൽ നിന്ന് എന്തോരം കുട്ടികളാണ് എന്നെ വിളിക്കുന്നത്. അവരുടെ ബുദ്ധിമുട്ട് അവർ വീട്ടിൽ അനുഭവിക്കുന്നത്, അവരവിടെ അനുഭവിക്കുന്ന വീട്ടിൽ പറയാതിരിക്കുമ്പോൾ ഇവിടുന്ന് വീണ്ടും ഏജൻസികൾക്ക് പൈസ കൊടുത്ത്, ഈ കള്ള ഏജൻസികളാണ് ഇവരെല്ലാം കൊണ്ടുവന്ന് കുട്ടികളെ അവിടെ ഇറക്കിയിട്ട് പിന്നെ വളരെ ബുദ്ധിമുട്ടിലാക്കി കളയുകയാണ്. കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷവും ദുഃഖവും, അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത കടബാധ്യതകളും പ്രശ്നങ്ങളും കൊണ്ട് അവരാകെ നട്ടം തിരിയുകയാണ്. അതുകൊണ്ട് ഈ കാനഡയിൽ വിദേശ രാജ്യങ്ങൾക്ക് സ്വപ്നം കണ്ടുകൊണ്ട്
മകൻ വിദേശത്ത് പഠിക്കുകയാണെന്ന് പറയും, അവിടെ പഠിക്കുകയില്ല, അവിടെ കാറ് കഴുകുന്ന അവസ്ഥയിലേക്ക് എത്ര പേരാണ് എന്നെ വിളിക്കുന്നത്. അവിടെ പോയി വീട്ടുജോലികൾ ചെയ്യുന്നവർ, എന്നിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നവർ, ഇവിടുന്ന് പണം അയച്ചു കൊടുക്കുന്നവർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അയ്യോ സ്വാമി എന്ന് ഞാൻ പറയും, കുട്ടികളെ വിടരുത് ഒരു കാരണവശാലും. നിങ്ങൾ ഈ കേരളത്തിൽ പഠിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത എന്ത് സാഹചര്യമാണുള്ളത്? എന്ത് സാഹചര്യത്തിൽ കുറവാണുള്ളത്? ഈ വിദേശത്ത് പോയി കിടന്ന് അതൊക്കെ അന്നത്തെ കാലം കഴിഞ്ഞു. ഓസ്ട്രേലിയയിൽ പോയി പഠിക്കുന്നവർ, ലണ്ടനിൽ പോയി പഠിക്കുന്നവർ, കാനഡയിൽ പോയി പഠിക്കുന്നവർ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നവർക്കെല്ലാം പണ്ടത്തെ ഒരു കാലം കഴിഞ്ഞു എന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. ഇവിടെ പഠിച്ച് മിടുക്കനായി പഠിച്ചും വലിയ നിലയിലേക്ക് മാറിക്കൂടെ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാനും ടീച്ചറുടെ ശുചീന്ദ്ര അമ്പലത്തിൽ പോയിരുന്നു. ഞാൻ നോക്കുമ്പം ഒരു കൂട്ടം വിദേശികൾ സായിപ്പും മദാമോളുമാണ്, നല്ല ചെറുപ്പക്കാർ, യങ്സ്റ്റേഴ്സ്, കണ്ട നല്ല ചുമന്ന നിറമുള്ള ചെറുപ്പക്കാർ, അമേരിക്കയിൽ നിന്ന് അങ്ങോട്ട് വന്നതാണ്. അവർ ആ ശുചീന്ദ്ര അമ്പലത്തിൻ്റെ പഴയ ഗോപുരങ്ങൾ, അവിടുത്തെ ശിലകൾ, അവിടുത്തെ കൽത്തൂണുകളിലൊക്കെ അങ്ങനെ അവർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഒരു ഭാഗമൊക്കെ ഇടിഞ്ഞു കിടക്കുവാണ്. എത്രയോ കാലങ്ങൾ കൊണ്ടൊന്നും ശരിയാക്കാതെ. എന്നാൽ പോലും അവിടെ ശക്തിയുണ്ട്. ശുചീന്ദ്ര ക്ഷേത്രത്തിനൊരു ശക്തിയുണ്ട്. അവിടെ വളരുന്ന ഹനുമാനാണ്, അത് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപാരമായ ശക്തിയാണ്. ആഭിചാര ദോഷത്തിന് ആരെങ്കിലും ആഭിചാരം ചെയ്താൽ അവിടെ പോയി വെറ്റിലമാലയും വടമാലയൊക്കെ കൊടുത്താൽ അതിന് പരിഹാരം ഉണ്ടാകുന്നതാണ്. ഹനുമാൻ സ്വാമിക്ക് വലിയ വെറ്റിലമാല നമുക്കവിടെ ഇടാം. കരിക്ക് ജപിച്ച് ഈ ഹനുമാനെ കുളിപ്പിക്കാനായിട്ട് കൊടുക്കാം. ആഭിചാര ദോഷത്തിന് ഭയങ്കര പരിഹാരമാണ്. ശുചീന്ദ്രം ക്ഷേത്രം നമ്മുടെ നാഗർകോവിൽ, പണ്ട് നമ്മുടെ ആയിരുന്നു, ഇപ്പോൾ തമിഴ്നാടിൻ്റെ കയ്യിലാണ്. അതിൻ്റെ ഒരു വശത്തുള്ള ആ തൂണുകളൊക്കെ തന്നെ വർഷങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിൻ്റെ ഒരു വശങ്ങളൊക്കെ തന്നെ ഈ പഴയ ഓടുകളൊക്കെ പാകിയ ആ സ്ഥലങ്ങളൊക്കെ പൊളിഞ്ഞിങ്ങനെ കിടക്കുകയാണെങ്കിലും ഈ വിദേശികൾ വന്നിട്ട് അതിനെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത് നമ്മൾ കാണണം. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുരാതനമായിട്ടുള്ള ഒരുപാട് ഇതിഹാസങ്ങൾ ഉറഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്ഥലമുണ്ട്. അല്ലേ? പത്മനാഭപുരം പാലസ്, അല്ലേ? മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മൾ അറിയാതെ പോകുന്ന ഏതെല്ലാം സ്ഥലങ്ങൾ എവിടെല്ലാം സ്ഥലങ്ങൾ നമ്മുടെ ഈ കേരളത്തിലില്ലാത്ത സ്ഥലങ്ങളുണ്ട്. പുരാതനമായ തറവാടുകളും ക്ഷേത്രങ്ങളും ഇതെല്ലാം നമ്മൾ വിസ്മരിച്ചു പോകും. അതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ വിദ്യാഭ്യാസ പുരോഗതിയും അതൊക്കെ പറഞ്ഞിട്ട് ഇവിടെയൊക്കെ കളഞ്ഞിട്ട് വിദേശത്ത് പോയി അവിടെ പോയി വല്ല സായിപ്പിൻ്റെ കാറൊക്കെ കഴുകി, അല്ലെങ്കിൽ വല്ലവനും വീട്ടു ജോലിയൊക്കെ ചെയ്ത് തുണിയൊക്കെ അലക്കി ഇവിടെ വരുമ്പം ഈ നല്ലവണ്ണം ജീവിക്കുന്നവർക്കാണ്. ഞാൻ എന്നെ വിളിക്കുന്നവരുടെ കാര്യം മാത്രമാണ് ഈ പറയുന്നത്. അപ്പോൾ വിധി എന്ന് പറയുന്നത്, വിധി ഉണ്ട്. എപ്പോഴാണ് ജീവിതം? ഓരോ നിമിഷവും നീ സന്തോഷിക്കൂ എന്നുള്ളതല്ലേ? ഓരോ നിമിഷവും നീ സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോഴല്ലേ ജീവിതം ഉണ്ടാകുന്നത്. നാളത്തേക്ക് സന്തോഷം ഉണ്ടാകാനായിട്ട് നീ ഇന്ന് ദുരിതപ്പെട്ടാൽ, നീ കഷ്ടപ്പെട്ടാൽ, ആ കഷ്ടപ്പെടുന്ന സമയമെല്ലാം നിൻ്റെ ജീവിതത്തിൽ പ്രയോജനകരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ജീവിതം പ്രയോജനപ്പെടേണ്ടതില്ലേ? അല്ലേ? ഇപ്പോൾ പണ്ട് വിദേശമൊന്നും ഇല്ലായിരുന്നല്ലോ. വിദേശത്തൊക്കെ പോയി വളരെ ചുരുക്കം പേരാണ് വിദേശത്തൊക്കെ പോയി പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അടുത്ത തലമുറ, എന്നെ ഒരാൾ വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. വിദേശത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സ്വാമി എനിക്ക് സ്ഥലമുണ്ട്, പക്ഷേ എൻ്റെ മക്കളാരും ഇങ്ങോട്ടൊന്നും വരില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങോട്ടൊന്നും വരില്ല. അപ്പം അവർക്ക് മുത്തച്ഛൻ ആരാണെന്നറിയത്തില്ല, ഇവിടുത്തെ സ്ഥലങ്ങളാണെന്നറിയില്ല, കേരളം എന്താണെന്നറിയില്ല. കാരണം അവർ വേറൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ കേരളീയരായ ഒരുപാട് പേർ ഈ കേരളം വിട്ട് അന്യം വന്ന് പോകുന്നതാണ് കേരളത്തിൽ നിന്ന്, അല്ലേ? മുത്തച്ഛിമാർ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു അച്ഛൻ അമ്മ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് വിളിച്ചിട്ട് പറയുകയാണ്, സ്വാമി ഈ മകൻ ഇങ്ങനെ കല്യാണം ആലോചിക്കണം. ഞാൻ പറഞ്ഞു, മകൻ കല്യാണത്തിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അവൻ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നലെ അവരെ വേണ്ടാന്ന് പറഞ്ഞതാണോ? അപ്പോൾ ഞാൻ കുട്ടിക്ക് ആ മകൻ അവിടെ ആരോടെങ്കിലും കൂടെ താമസിക്കുകയാണെന്ന് ചോദിക്കൂ. അപ്പോൾ പറഞ്ഞു, അത് അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു, അത് പോയി. അതെങ്ങനെ പോയി? അവളുമായിട്ട് പ്രശ്നമുണ്ടായി, അവൻ കുറച്ച് കാലം ജയിലിൽ കിടന്നു. ഇത് വളരെ ഈസി ആയിട്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇനി ഇവിടുന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, മകനൊന്ന് കൊടുക്കുമെന്ന് സംസാരിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ എങ്ങനെ, എനിക്ക് താല്പര്യമില്ല വിവാഹം. ഒറ്റയടി, സ്വാമി എനിക്ക് വിവാഹം താല്പര്യമില്ല, എനിക്ക് വിവാഹം, ഞാനിങ്ങനെ അവിടെ ലിവിങ് ടുഗദറായിട്ട് ജീവിക്കുക, ആരെങ്കിലുമൊക്കെ കാണും. കുറേ കഴിഞ്ഞ് എൻ്റെ ജീവിതം ചിലപ്പോൾ മതിയാകുമ്പോൾ ഞാൻ ജീവിക്കുന്നിരിക്കും, ഇവരുടെ കാലം വരെ ജീവിച്ചാൽ മതിയെന്ന് വെക്കും. കുറേ കഴിഞ്ഞ് ഞാനിങ്ങോട്ട് വരാറില്ല. ഞാൻ പറഞ്ഞു, അമ്മുമ്മ എന്ന് അറിഞ്ഞൂടാ. അച്ഛൻ്റെ അമ്മയെ അറിയില്ല, അമ്മയുടെ അമ്മയെ അറിയില്ല, അവരുടെ സ്വത്ത്. ഞാൻ പറഞ്ഞു, ഈ സ്വത്തുക്കൾ ഞാൻ ഇപ്പം അച്ഛൻ്റെ കൊടുക്കുക. ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ ഈ മകൻ നിൽക്കുന്ന പയ്യൻ ആരുടെയാണ്? അത് എൻ്റെ അമ്മയുടെ സ്വത്താണ്. വേറെ എത്തുണ്ട്, ഇഷ്ടം പോലെ സ്വത്തുണ്ട്, ഇതൊക്കെ മകൻ അവൻ വിറ്റ് കൊടുക്കാനാണ് പറയുന്നത്. അപ്പം അച്ഛനെയും അപ്പൂപ്പനെയും അമ്മൂമ്മയൊന്നും അറിയണ്ട, അവരുടെ സ്വത്തിങ്ങോട്ട് വിറ്റ് തന്നാൽ ഈ പണം കൊണ്ട് എനിക്കങ്ങ് പോകാം. പിന്നെ എനിക്ക് ലിവിങ് ടുഗദറായിട്ട് ആഴ്ചയിലോ ഇല്ലെങ്കിൽ മാസത്തിലോ ഇല്ലെങ്കിൽ വർഷത്തിലേക്ക് എൻ്റെ മനസ്സിന് ഇഷ്ടം തോന്നുന്നവരെ, എൻ്റെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നവരെ എനിക്കൊരു പെൺകുട്ടിയോടൊപ്പം ജീവിക്കാം. അത് കഴിഞ്ഞ് അവർക്ക് കുറേ പണവും കൊടുത്ത് വിടാം. നമ്മുടെ ലോകം പോണ പോക്കാണ്.
സാംസ്കാരിക മൂല്യങ്ങളുടെ അധപ്പതനം, അച്ഛനമ്മമാരോട് സ്നേഹമില്ലായ്മ, സ്വന്തം ജീവിതവും സ്വന്തം കാഴ്ചപ്പാടുകളും സ്വന്തം ശരികളുമായിട്ട് ജീവിക്കുന്നത് അല്ലേ? ഒരുപാട് സ്വപ്നങ്ങളോടുകൂടിയല്ലേ ഒരു മക്കളെ വളർത്തുന്നത്. ആൺകുട്ടിയായാലും പെൺകുട്ടിയാണെങ്കിലും അവരിങ്ങനെ ഒരു മെഴുകുതിരി പോലെ ഉരുകിത്തീരുന്നത് അല്ലേ? അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വല്ലാത്ത ഈ വിധി എന്ന് പറയുന്ന രണ്ടക്ഷരത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയും, വല്ലാത്തത് പറയും. എന്താ ചെയ്യാൻ പറ്റുന്നത്? പൂജ പരിഹാരങ്ങൾ, ഞാൻ പൂജകൾ പറയുന്ന ആളാണ്. പക്ഷേ ഞാൻ എപ്പോഴും പറയും, പൂജകളൊന്നും 100% പൂജകൾ ഒന്നിനുമില്ല. 6 തീരും, ബാക്കി 6 ബാക്കി നിൽക്കും. ഒരു പരിഹാരം ചിലപ്പോൾ തീരുമായിരിക്കും, ഒരു പരിഹാരം ഉണ്ടാവുമായിരിക്കും. പിന്നെ സംഭവിക്കുന്നത് കൊണ്ട് അത് എനിക്ക് തന്നെ അത്ഭുതമാണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത്. ഞാൻ ചില പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കും. ചിലത് ഒരാൾക്ക് ഭീകരമായിട്ടുള്ള ഉദര രോഗം, ഉദര സ്തംഭനം, ഒരു രക്ഷയില്ല. പുള്ളി ബാത്റൂമിൽ എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണം പുറത്ത് പോയിട്ട് 1 വർഷമായി. 1 വർഷം നിങ്ങൾ ആലോചിച്ചു ആ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യൂ, ഇതിന് പരിഹാരമൊന്നുമില്ല, മരുന്നൊന്നുമില്ല. എല്ലാം മരുന്നും കണ്ട്, ആയുർവേദവും അലോപ്പതിയും ഹോമിയോയും എല്ലാം കഴിഞ്ഞു. പക്ഷേ ഉദരത്തിൽ നിന്ന് ഈ കഴിക്കുന്ന ഭക്ഷണം പുറത്തു പോകുന്നില്ല. ഒന്ന് ആലോചിച്ചു, ഒരാൾ 1 വർഷം ഒരു മനുഷ്യൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ദഹനഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ വിഷയമാണ് ഇതിനകത്തുള്ളത്. നിങ്ങളൊന്നും വേണ്ട, ഞാനൊരു മരുന്നല്ല, ഒരു കാര്യം പറഞ്ഞു തരാം. ഞാനൊരു 5 മിനിറ്റ് എന്നിട്ട് എൻ്റെ കണ്ണേഷ് ഉപാസന ഞാനൊരു ഫലം പറഞ്ഞു കൊടുത്തു. എന്താണ്? നിങ്ങൾ തിരുവണ്ണാമലയിൽ പോയിട്ട് 4 റൗണ്ട് നടക്കണം. പറ്റുമോ? അയ്യോ സ്വാമി, അത് എവിടെയാണ്? ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, തിരുവണ്ണാമലയാണ്. തിരുവണ്ണാമലയിൽ 1 റൗണ്ട് നടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, നിങ്ങൾ 1 റൗണ്ട് നടക്കണം. പകൽ കിടന്ന് ഉറങ്ങിയിട്ട് വീണ്ടും 1 റൗണ്ട് നടക്കണം. 4 റൗണ്ട് 4 പ്രാവശ്യം നിങ്ങൾ നടന്നു നോക്കൂ. എന്നിട്ട് അവിടെ വല്ല ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ പോകും വേണമെന്ന് നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? അദ്ദേഹത്തിൻ്റെ കാരണം ഉദരബന്ധനം, സ്വന്തം സഹോദരി ഭക്ഷണത്തിലൂടെ സ്വത്ത് കൈയടക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു ഗർഭപാത്രത്തിൽ വന്ന സഹോദരി അദ്ദേഹത്തിൻ്റെ ഈ മനുഷ്യൻ്റെ, ഈ കല്യാണം കഴിക്കാത്ത മനുഷ്യൻ്റെ സ്വത്ത് സ്വന്തമാക്കാനായിട്ട്, കൊല്ലാനായിട്ട് ചെയ്തതാണോ അല്ലെങ്കിൽ ഇവ നശിച്ചു പോകാനായിട്ട് ചെയ്തതെന്ന് അറിയത്തില്ല, ഉദരം ബന്ധിച്ചു. ഞാൻ സഹോദരിയാണെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞില്ല. ഇനി പോയി കൊന്നിട്ട് അവസാനം സ്വാമി പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ടോ എന്ന് ഞാൻ അത് പറയാൻ നിന്നില്ല. നോക്കിയോ, സ്വന്തം സഹോദരി ഉദരം ബന്ധിച്ച് കളഞ്ഞു ഭക്ഷണത്തിലൂടെ. 1 വർഷം പുള്ളിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റില്ല, കഴിക്കുന്ന ഭക്ഷണം ബെഗോട്ട് പോകണമെന്നുള്ളത് അറിയത്തില്ല. അത് കഴിഞ്ഞ് പുള്ളി എന്നെ കാണാൻ വന്നു. ആ മുഖം, കാരണം സംഘർഷം കൊണ്ട് കറുത്ത് കരുവാളിച്ചു പോയ ആ മുഖം. നമ്മളൊരു കാര്യം ആലോചിക്കണം, നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണം പുറത്തു പോയില്ലെങ്കിൽ അതിൻ്റെ ആ ഭക്ഷണം ശരീരത്തിൽ ഊറി പിടിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ബാക്കി അല്ലേ, അത് വിസർജിക്കപ്പെടാതിരുന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ആഭിചാരദോഷ സ്തംഭനം. ഒരു മനുഷ്യൻ്റെ ജീവിതം സ്തംഭിക്കാൻ, ഒരു മനുഷ്യൻ്റെ സകല കർമ്മങ്ങളും സ്തംഭിക്കാൻ, ഒരു മനുഷ്യൻ്റെ ജീവിതം സ്തംഭിക്കാൻ, അവൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ താറുമാറാകാൻ, അവൻ്റെ ഒരു ദിവസം നഷ്ടപ്പെടാൻ, ഇല്ലെങ്കിൽ ദിവസങ്ങളോളം നഷ്ടപ്പെടാൻ നമ്മളുടെ ഇത്രയും ഭാഗം മാത്രം മതി. അതുകൊണ്ടാണ് ആഭിചാര കർമ്മം ചെയ്യുന്നവർ ആദ്യം ചെയ്യുന്ന എന്താണ്? അവൻ്റെ ഉദരം അങ്ങ് തകർക്കും. ഉദരം തകർക്കാൻ ഒരുത്തൻ്റെ താന്ത്രിക കർമ്മം കൊണ്ട് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഞാനത് മുഖവിലേക്ക് എടുക്കില്ല. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും പുഴുത്തു മരിക്കുന്നതാണ്. പുഴുവെടുക്കും ശരീരത്തിൽ, അവസാനകാലം ജീവിതത്തിൽ പുഴുവെടുത്ത് മരിക്കും. കാൽപാദങ്ങൾ മുതൽ പുഴുവെടുക്കും. ഞാൻ മുമ്പിൽ കണ്ടിട്ടുള്ള ഒരുപാട് പേരാണ്. ചിലർ എന്നോട് വരും, സ്വാമി ഇതാണ്ട് കാലനക്കാൻ വയ്യ സ്വാമി. അപ്പം ഞാൻ ആർക്കെങ്കിലും ആവിചാരം ചെയ്തിട്ടുണ്ടോ? പിള്ളേർ മുഖത്തിങ്ങനെ നോക്കും. ഞാൻ ഈ പുരിപ്പാലത്തടി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ വരുന്നവരുടെ ഫലങ്ങളാണ് പറയുന്നത്. ആഭിചാര ദോഷം ഈ ചെയ്യിപ്പിക്കുന്നുണ്ടോ? പൈസ മേടിച്ചിട്ട് ആഭിചാരം ചെയ്ത് കൊടുക്കുന്നവർക്ക്, ശത്രുവിനെ സംഹരിക്കാൻ നിൽക്കുന്ന ഒരു കർമ്മങ്ങളും ചെയ്ത് ശത്രുതാ സംഹാരം, ആ ശത്രുവിന് എന്നോടുള്ള ശത്രുത മാറുക, ആ ശത്രുത മാറാനുള്ള കർമ്മം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിതൃകർമ്മങ്ങൾ ചെയ്യാം. പൂർവികരുടേതായിട്ടുള്ള ദോഷം കൊണ്ട് പൂർവികർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൂർവികരുടെ രോഗദുരിതങ്ങൾ നമ്മളിലേക്ക് വരുന്ന ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾക്ക് വേണ്ടി പൂർവികർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാം. അവർക്ക് ബലിച്ചോറ് വെച്ച് ഭക്ഷണം കൊടുക്കാം. അതിപ്പം തിരുവല്ലാമ്പലത്തിലൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതിന് പല താന്ത്രികമായിട്ടുള്ള മേഖലകളുമുണ്ട്. അത് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ പരിഹാരം ചെയ്താലും മാറ്റം വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ, നമ്മളെ ബന്ധിക്കുന്ന അവസ്ഥകൾ, നമ്മുടെ വിധിയുടെ അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കും. നമ്മളെന്താണ്, അപ്പുറത്തൊരു മരണം നടക്കുമ്പോൾ അങ്ങനൊരു മരണം നമുക്കുണ്ടാകില്ല, നമുക്ക് മരണം സംഭവിക്കില്ല.
നമ്മൾ മൃതസഞ്ജീവിനി കഴിച്ചാണ് ഡെയിലി ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ജന്മത്തിൽ മരണമില്ല, നമുക്ക് സുഖകരമായ ഒരു ജീവിതം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് നാളെ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് വിചാരിച്ച് നമ്മൾ ഉള്ള അമ്പലങ്ങളിലെല്ലാം പോയി കുറേ ഭസ്മങ്ങളൊക്കെ വാരിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത്, കുറേ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്ത്, കുറേ ജ്യോതിഷ പണ്ഡിതന്മാരെ കണ്ട്, എന്നെ പോലുള്ള സ്വാമിമാരെ കണ്ട് പരിഹാരങ്ങളൊക്കെ ചെയ്ത്. ചിലർ എന്നെ വിളിക്കും, സ്വാമി എന്നെ ഇന്ന് ഒരാൾ വിളിച്ചു. ഞാൻ പറഞ്ഞു, സ്വാമി പറഞ്ഞ പോലെ ഞാൻ തലക്കാവേരി പോയി കുളിച്ചു, ഞാൻ കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പരിഹാരങ്ങൾ ചെയ്തു, തഞ്ചാവൂർ കുംഭകോണത്തെ 108 ശിവലിംഗങ്ങളിൽ അഭിഷേകം ചെയ്തു, അവിടുത്തെ ശനീശ്വര ക്ഷേത്രത്തിൽ പരിഹാരം ചെയ്തു, എന്നിട്ട് എനിക്കൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, താങ്കൾ എന്നാണ് എന്നെ കാണാൻ വന്നത്? അത് ഇന്ന ദിവസമാണ്. അപ്പോൾ കാണാൻ വന്നതിന് ശേഷം താങ്കൾ 2 പ്രാവശ്യം വാഹന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ? അത് രക്ഷപ്പെട്ടു സ്വാമി, അത് വളരെ നിസ്സാരമായി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ അപകടത്തിൽ താങ്കൾക്ക് മൃത്യു സംഭവിക്കേണ്ടതാണ്, താങ്കൾക്ക് 2 അപകട മരണത്തിൽ നിന്ന് താങ്കൾ രക്ഷപ്പെട്ട എന്തുകൊണ്ടാണ്? ഞാൻ വിശ്വസിക്കുന്നു ആ സങ്കല്പങ്ങൾ താങ്കൾ തലക്കാവേരി പോയി കുളിച്ച് വിധി മാറ്റിയതുകൊണ്ട് താങ്കൾ കണ്ണിൽ കൊള്ളേണ്ടത് പിരികത്തിൽ കൊണ്ട് മാറിപ്പോയി അല്ലേ? അത് ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു സ്വാമി. എന്താണ് ഞാൻ ചോദിച്ചു, സ്വപ്നം എന്താണ്? പിന്നെ ഞാൻ ചോദിച്ചു, താങ്കൾക്ക് സ്ത്രീകളെ കൊണ്ടെങ്ങാനും വല്ല ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതെങ്ങനെ ഒരുപാടുണ്ട് സ്വാമി. ഞാൻ പറഞ്ഞു, അതൊക്കെ ഒന്ന് ചിന്തിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നാളെ നമുക്ക് ലോട്ടറി അടിച്ചില്ല. സ്വാമി പറഞ്ഞിട്ട് ഞാൻ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് ലോട്ടറി അടിച്ചില്ല, ഞാൻ ലോട്ടറി എടുത്തിരുന്നു എന്ന് ചിന്തിച്ചാലും ഒരു കാര്യവുമില്ല. അങ്ങനെയൊന്നും ലോട്ടറി പൂജകാതി കർമ്മങ്ങൾ ചെയ്ത് പരിഹാരങ്ങൾ 6ൽ 1 ഒരു ദോഷം, ഒരു പരിഹാരം ഉണ്ടാവും. ആ പരിഹാരം മതി നമുക്ക്. നമ്മൾ സത്കർമ്മങ്ങൾ ആ പരിഹാരം ചെയ്തുകൊണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങൾക്ക് പരിഹാരം ചെയ്തു, അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്ത് നല്ല മനസ്സോടുകൂടി സമർപ്പിക്കപ്പെട്ട് ഞാൻ മുമ്പിലോട്ട് പോയാൽ എനിക്ക് മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞ് ഞാൻ മുമ്പിലോട്ട് പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലാതെ ഞാൻ പൂജ ചെയ്തു, ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, എനിക്ക് കുറേ പണമായിട്ട് ഒരാൾ വരും, പിന്നെ എൻ്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കും എന്ന് വിചാരിച്ചിരുന്നാൽ നടക്കില്ല. അപ്പോൾ ഒരാളൊരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? ആ സ്വപ്നം, ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഒരു സുന്ദരി എൻ്റെ സമീപത്ത് വന്ന് ഭയങ്കരമായി നൃത്തം ചെയ്യുന്നു. അവളെ എന്നെ കട്ടിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. അപ്പോൾ അത് ഞാൻ നിത്യവും കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വാമി. അപ്പോൾ ഞാൻ സ്വപ്നം എപ്പോഴാണ് കാണുന്നത്? ഞാൻ പറഞ്ഞു, ഉണർന്ന് 2 മണിക്ക് 3 മണിക്കും ഇടയ്ക്കാണോ നിങ്ങൾ ഉണരുന്നത്? അതെ. അപ്പോൾ എങ്ങനെ കാണുന്നു? ഒരു സുന്ദരിയായ സ്ത്രീ വന്ന് എന്നെ വിളിച്ചുണർത്തുന്നു, എൻ്റെ കൈകൾ പിടിച്ച് നൃത്തം ചെയ്യുന്നു, ആടുന്നു, പാടുന്നു. ഇതൊക്കെയാണ് ഞാൻ കാണുന്നത്. അത് നല്ലതാണോ സ്വാമി? ഞാൻ പലരോടും ചോദിച്ചപ്പോൾ പലരും പറയുന്നു, നിങ്ങൾക്ക് ഒരു സ്ത്രീ കാരണം കുറേ സമ്പത്തുണ്ടാകും, നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം വരാൻ പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, സുഹൃത്തെ, അങ്ങനൊരു സ്വപ്നം കണ്ടാൽ നിങ്ങളൊരു സ്ത്രീ കാരണം വഞ്ചന അനുഭവിക്കുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ സർവ്വതും നഷ്ടപ്പെട്ട് നിങ്ങൾ ഭിക്ഷപാത്രം എടുക്കാൻ പോവുകയാണ്. ഉറക്കത്തിൽ ഒരു സുന്ദരി സ്ത്രീ വന്ന് നിങ്ങളെ ആടിപ്പാടി രസിപ്പിക്കുന്നതായിട്ട് നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടാൽ നിങ്ങളുടെ സർവ്വതും നഷ്ടപ്പെട്ട്, നിങ്ങൾ വിവാഹിതനാണോ? അതെ. എന്നാൽ നിങ്ങൾ ഈ കാണുന്ന സ്വപ്നത്തിൻ്റെ ഫലം, ഒരു പെൺകുട്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും അവൾ നിങ്ങളുടെ സർവ്വതും നശിപ്പിക്കും. അത് യാതൊരു സംശയമില്ല, നിങ്ങൾ ഭിക്ഷാപാത്രം എടുക്കും. അതാണ് ആ സ്വപ്നത്തിൻ്റെ ഫലം. അങ്ങനെ സ്വപ്നത്തിൻ്റെ ലോകത്ത് നിന്ന് സ്വപ്നം കണ്ടുകൊണ്ട് സ്വപ്നങ്ങൾ നമുക്ക് തരുന്ന ചില അവസ്ഥകളുണ്ട്. അതുകൊണ്ട് സ്വപ്നം കാണുമ്പോൾ നമ്മളൊന്ന് ഉണർന്നിരുന്ന് മുഖം കഴുകിക്കളയണം. മുഖവും കൈയും കാലും ദുരന്ത സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണർന്ന് ഒരു നിമിഷം എഴുന്നേറ്റിരിക്കണം. എഴുന്നേറ്റ് അത് കഴിഞ്ഞ് മുഖം നല്ലവണ്ണം കൈ കഴുകിക്കളയണം, കൈയും കാലും. കാരണം ആ സ്വപ്നം നടക്കാതെ പോകണം എന്നാണ്. എത്ര ഉത്തമമായ സ്വപ്നങ്ങളാണെങ്കിലും അതിന് വിപരീത ഫലം ഉണ്ടാകും. കണ്ടില്ലേ, സുന്ദരിയായ സ്ത്രീ വന്ന് നമ്മളെ വിളിച്ചുണർത്തി നൃത്തം ചെയ്യുന്നതും നമ്മളെ ചേർത്ത് പിടിക്കുന്നതും കണ്ടു കഴിയുമ്പം അവൻ സകലതും നഷ്ടപ്പെട്ട് ഭിക്ഷാപാത്രം എടുത്ത് തിണ്ടുന്ന കാര്യമാണ് നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് സുന്ദരമായ സ്വപ്നങ്ങൾക്ക് എപ്പോഴും വേറൊരു ആന്തരികമായ അർത്ഥമുണ്ട്. ഓരോ സ്വപ്നങ്ങളെക്കുറിച്ചും ഞാനിങ്ങനെ വിലയിരുത്തി പറയാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസത്തിൽ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പക്ഷേ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ശ്രദ്ധ വേണം. നിസ്സാരമായിട്ട് കളയും എന്തും. ഒരു കൈ മുറിഞ്ഞാൽ, പ്രമേഹം ഉണ്ടെങ്കിൽ ഒരു കൈ മുറിഞ്ഞാൽ അതങ്ങ് കളയും. പക്ഷേ ആ പ്രമേഹം ഉള്ളിലേക്ക് നമുക്ക് തരുന്ന രോഗാവസ്ഥ. ഒരു തലവേദന വന്നാൽ 2 മരുന്ന് വാങ്ങിച്ച് കഴിച്ച് കളയും. ഇപ്പം ചിന്തിക്കേണ്ട അടുത്ത 7 ദിവസത്തേക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കൈകാലുകൾ മുറിഞ്ഞാൽ, നെഞ്ചിനൊരു വേദന വന്നാൽ, ഇതെല്ലാം ഉത്രം നക്ഷത്രക്കാർ നിസ്സാരമായിട്ട് കളയാതിരിക്കണം.
ഈ ശാന്തസ്വരൂപനായിട്ട് എത്ര ദേഷ്യം വന്നാൽ പോലും ഒരാളുടെ ശത്രുതാപരമായി പെരുമാറാതിരിക്കുക. ഉത്രം നക്ഷത്രത്തിലുള്ള ഭാര്യമാരും ഉത്രം നക്ഷത്രത്തിലുള്ള ഭർത്താക്കന്മാരും ദാമ്പത്യത്തിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഈ സ്വർണം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കഴുത്തിന് പുറകിൽ വേദന വന്നിട്ടുണ്ടെങ്കിൽ, നടുവിന് വേദന വന്നിട്ടുണ്ടെങ്കിൽ, കാൽമുട്ടുകൾക്ക് ക്ഷതം വന്നിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കാൽമുട്ടുകൾക്ക് വേദന ഉണ്ടെങ്കിൽ, ഈ വെരിക്കോസ് വെയിൽ പോലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ട് ഉത്തര നക്ഷത്രക്കാർക്ക് ഒരുപാട് നല്ല യോഗങ്ങളും മഹായോഗങ്ങളും എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ട്. പൂർവ്വജന്മം അനുസരിച്ചിട്ടുള്ള കുട്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അബോർഷനൊക്കെ ചെയ്ത് കുട്ടികളെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം വരുന്ന ഒരു സമയമാണ് ഈ വരുന്ന 6-7 ദിവസം. അതുകൊണ്ട് സ്ത്രീകളും പുരുഷനും, ആ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ച പുരുഷനും ആ സൃഷ്ടിച്ച കുഞ്ഞിനെ കളഞ്ഞ സ്ത്രീക്കും ഉത്തരം നക്ഷത്രമാണെങ്കിൽ ഒരു മോശകരമായ കാലഘട്ടം ഉണ്ടാകുകയും വീട്ടിലെ നാൽക്കാലികൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നാൽക്കാലികളുടെ ദുരിതവും വരുന്നൊരു സമയമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം കാര്യങ്ങൾ. നല്ല ഒരുപാട് കാര്യങ്ങൾ വരും. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് 7 ദിവസം വളരെ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകാൻ പറ്റും. വിവാഹാലോചനകൾ യാതൊന്നും എടുക്കരുത്. പ്രണയബന്ധരായിട്ട് പ്രണയം തീഷ്ണമായിട്ടുള്ളവർ ഉത്തരം നക്ഷത്രക്കാരാണെങ്കിൽ, സ്ത്രീ ആയാലും പുരുഷനാണെങ്കിലും 7 ദിവസം കരുതലോടെ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.